നമസ്കാരം. ഈ മാർച്ച് മാസത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അനുഭവത്തിൽ വന്നു ചേരും. തൊഴിൽ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായ നേട്ടം കൈവരും. ഈ സാഹചര്യത്തിൽ അഥവാ ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി നിലവിലുള്ള ഗൃഹത്തിന് പുറമെ മറ്റൊരു ഗൃഹം വാങ്ങിക്കുവാനോ നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനോ ഉള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഏറെക്കുറെ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും ഇടയുണ്ട്. മക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടവരും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗമുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ വേണ്ട വിധത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായി തീരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസം, സമാധാനം എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങൾ, ശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മുതലായവയിലൊക്കെ തന്നെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ മനസ്സിലുദ്ദേശിക്കുന്ന വിധത്തിൽ അവലംബിക്കുവാനുള്ള സാധ്യത കൈവന്നു ചേരുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട്. ചിരകാലാഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും. വ്യക്തമായ പുതിയ കാഴ്ചപ്പാടോടുകൂടി പുതിയ കർമ്മപദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിടവരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. എന്നാൽ ഈ മാർച്ച് മാസത്തിൻ്റെ പകുതി മുതൽ പല കാര്യങ്ങൾക്കും സ്വല്പം തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുവാനിടവരുമെങ്കിലും അവരവരുടെ ഈശ്വര പ്രാർത്ഥനകളാൽ ഈ വക അനിഷ്ടാവസ്ഥകളെല്ലാം പരിഹരിച്ച് മേൽപ്പറഞ്ഞ വിധത്തിൽ അനുഭവപ്രാപ്തി കൈവന്നു ചേരുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരും. വിശേഷ അവസരങ്ങളിൽ വെച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാനിടയുണ്ട്. വസ്തുനിഷ്ഠമായ സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കും. മേലധികാരി മറ്റുദ്യോഗം ലഭിച്ചു പോയതിനാൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഈ മാർച്ച് മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. നമസ്കാരം.